എറണാകുളത്ത് പുല്ലേപ്പടിയിൽ 7 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. തത്സമയ വിവരങ്ങൾ. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പശ്ചിമബംഗാൾ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇയാളാണ് അയാൾ. സജോ ദേവസ്യ, എപ്പോഴാണ് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? സജോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺ, അധിക സമയമായിട്ടില്ല കഞ്ചാവ് പിടികൂടിയിട്ട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പുല്ലേപ്പടി സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്തുള്ള സ്ഥലത്ത് വെച്ചാണ്. അതായത് ഇതര സംസ്ഥാന തൊഴിലാളി, ബംഗാൾ സ്വദേശിയാണ്. പേര് സംബന്ധിച്ച ഒരു വിവരങ്ങൾ കൺഫേം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് 7 കിലോ കഞ്ചാവ് എന്നതാണ് ഇപ്പോൾ ഇതിന്റെ അളവ് തിട്ടപ്പെടുത്തി അവർ തൊണ്ടി മുതൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ക്രമീകരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇവിടെ അധിക സമയമായിട്ടില്ല. ആ വിവരം ലഭ്യമാകുന്നു. അദ്ദേഹം ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹം ഇതിന്റെ ഒരു ഇത്തരം കഞ്ചാവ് കടത്തുക, അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും അല്ലാത്തവർക്കൊക്കെ വിപണനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. നാളുകളായി രംഗത്ത് സജീവമാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം മനസ്സിലാക്കേണ്ടത്. ആ വിവരം ലഭ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം അടക്കം നിരീക്ഷിച്ചു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുകയും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ തൊണ്ടി മുതലെല്ലാം പിടികൂടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രയും വലിയ അളവിലുള്ള ക്വാണ്ടിറ്റിയാണ്. കാരണം സംസ്ഥാനത്തുടനീളം വ്യാപകമായി ലഹരി വേട്ടയ്ക്ക് എക്സൈസും പോലീസും ഒക്കെ സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ എത്ര അളവിൽ വരുന്നു എന്നതാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കഞ്ചാവ് പാഴ്സൽ രൂപത്തിലും മറ്റുമൊക്കെ എത്തുന്നു എന്നതടക്കമുണ്ട്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പാഴ്സൽ രൂപത്തിലെത്തുന്നു. അതിന് കൃത്യമായി ഏജന്റുമാർ കൈപ്പറ്റുന്നു. അവർ മറ്റിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതി എന്നതാണ് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതൊക്കെ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. അപ്പോൾ എത്ര അളവിൽ, അതായത് ഇത് യഥാർത്ഥത്തിൽ കൊച്ചി നഗരമധ്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. നഗരമധ്യത്തിൽ തന്നെയും എല്ലാ സമയങ്ങളിലും ഇത്തരത്തിൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ കൃത്യമായി നടക്കുന്നു എന്നതാണ്. അതും എത്ര ഭീകരമായൊരു നെറ്റ്വർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ലഹരി മാഫിയ സംഘങ്ങൾക്ക് ഉണ്ട്. അവരുടെ അന്തർ സംസ്ഥാന ബന്ധമടക്കം, ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രധാന ക്യാരിയർമാരോ ഒക്കെയായി മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടെത്തുകയും നിരവധി കേസുകൾ ഉള്ളതുമാണ്. അതിൽ തന്നെ ഇത്രയും വലിയ അളവിൽ ഈ നഗരമധ്യത്തിലടക്കം കൃത്യമായി ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ആ നെറ്റ്വർക്കിന്റെ അടിവേരറക്കുക എന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാകുന്നുണ്ട്. പലവിധ വാഹനത്തിലാണോ ഈ കഞ്ചാവ് കൊണ്ടുവന്നത്? അത് സംബന്ധിച്ച്, അതായത് എക്സൈസ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ, അതായത് ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം ആ കാര്യങ്ങൾ വിശദമാക്കാം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ഈ നഗര മധ്യത്തിലടക്കം ഈ വിപണനത്തിനു വേണ്ടിയും ഇതിന്റെ ഇടനില അതിന്റെ ക്യാരിയറായും പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട തൊഴിലാക്കിയ ആളാണ്. നേരത്തെ തന്നെ നിരീക്ഷണം അടക്കം ഉണ്ടായിരുന്നു. അതുകൂടി ഏറ്റവും ഒടുവിൽ ഈ വിവരം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തൊണ്ടി മുതലോടുകൂടി പിടികൂടിയെന്നാണ് എക്സൈസ്. അതായത് ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എത്രയോ നാളുകളായി ഇയാൾ കഞ്ചാവ് കടത്തുന്നയാളായിരിക്കും അല്ലേ, സ്വാഭാവികമായും? അരുൺകുമാർ, ഉറപ്പായും. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ നാളുകളായി തുടരുന്ന ആളാണ് എന്നാണ് നമ്മൾ പ്രാഥമികമായി എക്സൈസിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ പേര് വിവരങ്ങളടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ് പേരെന്താണത്? ഇല്ല. ഇദ്ദേഹം വാഹനത്തിൽ യാത്ര ചെയ്ത് കൊണ്ടുവന്നതാണ്. വാഹനത്തിൽ, അതാണ് എക്സൈസ് സംഘം പറയുന്നത്. അവർക്ക് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തടസ്സമുണ്ട് എന്ന് പറയുന്നത്. വാഹനത്തിലടക്കം യാത്ര ചെയ്ത് നഗരത്തിലൂടി ഇതിന്റെ ക്യാരിയറോ ഇടനിലക്കാരനോ ഒക്കെ ആയി സജീവമായി ഇദ്ദേഹം അടക്കമുള്ള ആളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധനയിൽ മാത്രം 7 കിലോ കഞ്ചാവാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലുള്ള ഈ കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നഗരമേഖലകളിലേക്ക് ദിനംപ്രതി എത്തുന്നു എന്നതുകൂടി അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും അളവിലാണ്. കുറേയധികം സമയമായി യഥാർത്ഥത്തിൽ ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ എക്സൈസ് സംഘം ഇവിടെ കിടന്ന് ഈ നടുറോട്ടിൽ നഗരമധ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നതാണ്. അപ്പോൾ എത്ര അളവിൽ ഇതിനു മുൻപും ഒക്കെ ഇങ്ങോട്ടേക്ക് ഈ നഗരമധ്യത്തിലെ വിവിധയിടങ്ങളിലേക്ക് എത്തുന്നുണ്ടാകും എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചകമായി ഈ ഒരു കേസിനെ നമ്മൾ എടുക്കണം എന്നതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ഒരു ഇൻഫർമേഷൻ ലഭ്യമാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ വിവരത്തിൻ്റെ ഷെയ്ഖ് മോചൻ പശ്ചിമ ബംഗാളാണല്ലേ? ഷെയ്ഖ് മോചൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. മറ്റ് തൊഴിലുകളാണ് മറ്റ് സമയങ്ങളിലൊക്കെ ചെയ്യുക. പക്ഷേ പ്രധാന പണി ഇതിൻ്റെ ഭാഗമായി, അതായത് ലഹരി കടത്തിൻ്റെ ശൃംഖലയുടെ ഭാഗമായിരിക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി. മറ്റ് സമയങ്ങളിലൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താനും ഒക്കെ മറ്റ് ചില തൊഴിലിന് പോകും. സജോ, ഇയാൾ അസം സ്വദേശിയാണോ? പെൺകുമാർ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഇദ്ദേഹത്തിൻ്റെ സ്ഥലം
ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെ എക്സൈസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കാര്യം ഇപ്പോൾ എക്സൈസ് സംഘം സ്ഥിരീകരിക്കുന്നു. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും കൗണ്ടർ ചെക്ക് ചെയ്യണമെന്ന് എക്സൈസ് നേരത്തെ പറഞ്ഞു. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വന്ന സമയം മുതൽ ആദ്യഘട്ടത്തിൽ ഇത് പാഴ്സൽ രൂപത്തിൽ ഇത് വളരെ കൃത്യമായി പ്ലാസ്റ്ററൊക്കെ ചെയ്ത് ഇൻസുലേഷൻ ടേപ്പൊക്കെ ഉപയോഗിച്ച് ഒട്ടിച്ച് ഒരു പാഴ്സൽ സ്വഭാവത്തിലാണ് വെച്ചിരുന്നത്. അത് തന്നെ പൊളിച്ചെടുക്കാൻ കുറേ പണിപ്പെട്ടു എക്സൈസ് സംഘം. പിന്നീട് അത് ഓരോ കവറുകളിലായി തൂക്കി അളന്ന് തിട്ടപ്പെടുത്തി പ്ലാസ്റ്റിക് കവറുകളിൽ അതിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് തന്നെ ശ്രമകരമായ ഒരു ജോലിയായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മാത്രം പിടികൂടിയപ്പോൾ 7 കിലോ, അങ്ങനെ എത്ര കിലോ കണക്കിന് കഞ്ചാവ് ഈ റൂട്ടിൽ, അതായത് നഗരത്തിലെ പുല്ലേപ്പടി MG റോഡ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ്. MG റോഡിനെ കണക്ട് ചെയ്യുന്ന പുല്ലേപ്പടി റോഡാണ്. നഗരമധ്യത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ MG റോഡ് എന്ന് പറയുന്നത് എറണാകുളം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് MG റോഡ്. ആ MG റോഡിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് എക്സൈസ് സംഘം ഇദ്ദേഹത്തെ കൈയോടുകൂടി പിടികൂടുന്നത്. അത് തന്നെ അളന്ന് തിട്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉയർത്തുമെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം പറയാൻ തന്നെ മടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കട്ടെ, അതിനുശേഷം വിശദാംശങ്ങൾ പറയാം. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് എന്നതും നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹം പ്രതി പറഞ്ഞതും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ പ്രകാരവുമാണ്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ കൗണ്ടർ ചെക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ അതിൽ വ്യക്തത വരുള്ളൂ എന്ന് പറയുന്നു. വിവരങ്ങൾ ശേഖരിക്കുക. സജോയാണ് തത്സമയ വിവരങ്ങൾ നൽകുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവാണ്. 7 കിലോ കഞ്ചാവാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയിൽ നിന്ന്, പശ്ചിമ ബംഗാൾ സ്വദേശിയിൽ നിന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ നഗര മധ്യത്തിലാണ് ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പണിയെടുക്കുന്ന ആളുകളുടെ സൈഡ് ബിസിനസ്സാണ് കഞ്ചാവ് കടത്തുക എന്നുള്ളത്. നേരത്തെ അസാം സ്വദേശിയിൽ നിന്ന് പിടിച്ചു, വെസ്റ്റ് ബംഗാൾ സ്വദേശിയിൽ നിന്ന് പിടിക്കുന്നു. നിരന്തരം ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് നിമിഷം ഇത്തരം വിവരങ്ങൾ നമ്മൾ എക്സൈസിനും പോലീസിനും കൈമാറുന്നുണ്ട്.